അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ട്രാൻസെൻഡൻ്റലിസം, അമേരിക്കൻ റൊമാൻറ്റിസം, സിവിൽ വാർ, ബീറ്റ് ജനറേഷൻ, കൺഫെഷണലിസം, വിമണിസം. And transcendentalism gives a 5 points into a very important, naturalizes also spiritual insight, individualism and self-reliance, intuition over reason, social reform, literary contributions. And American romanticism, emotion and imagination, celebration of nature and supernatural and gothic elements, critique of industrialization, national identity. Civil war in the causes and emancipation proclamation, battlefield advances, impact on society, literary and cultural impact. Beat generation, the main points: literary rebellion, spontaneity and improvisation, critique of materialism, explorations of alternative lifestyle and literary figures. Confessionalism, personal revolution, rejections of impersonality, psychological depth, influence of therapy, key points. And the womanism, intersexuality, critique of mainstream feminism, community and sisterhood, spirituality and culture, literary and academic contributions. ട്രാൻസെൻഡൻ്റലിസം പറയുന്നത് എന്താണ്, ഇതിൻ്റെ മലയാളം തന്നെ എന്താണ്, അന്തർജാലിത്വം എന്നൊക്കെയാണ്. അതായത് നമ്മളെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ചൊക്കെ അറിയുന്നത് ആത്മവികാസത്തിനുള്ള ഒരു ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നതൊക്കെയാണ്. വിശ്വാസവും പ്രകൃതിയും ഒക്കെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വാദമാണ്. അതേപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പരിപോഷണവുമാണ് മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ സാമൂഹ്യ നിയമങ്ങളെ ഒന്നുകൂടി നന്നാക്കിയ രീതിയിൽ പറയാൻ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേപോലെ എന്താണ് മറ്റൊരു കാര്യം, സ്ത്രീകളുടെ അധികാരവും പ്രവർത്തിച്ച സാമൂഹ്യ ഒക്കെ സുതാര്യമാക്കാനാണ് അവർ പറയുന്നത്. അതേപോലെ സാഹിത്യ സംഭാവനകൾ, രചനകളെല്ലാം അവരുടെ ദാർശനികതയും സമൂഹത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഒക്കെ അതിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കൻ റൊമാൻറ്റിസം അറിയാലോ, എന്താണ്, വ്യക്തിഗതവും വെറും ഒരു അനുഭവങ്ങളുടെ ഒരു പരിമിതികൾക്ക് അതീതമായിട്ട് പ്രകൃതിയെ നോക്കി നമ്മളെ വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുന്നതാണ്. അതേപോലെ തന്നെ റൊമാൻറ്റിക് എഴുത്തുകൾ പ്രകൃതിയുടെ സൗന്ദര്യം കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചു. ആൻഡ് എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ ഒരു കയ്യെത്തുന്ന രീതിയിലൊക്കെ ആയിരുന്നു അത് വന്നത്. അതിൽ കൃഷി ഒരു പരാമർശമായിട്ട് വന്നു. അതേപോലെ തന്നെ മറ്റൊരു ഇതാണെന്ത്, ജാതിപരമായിട്ടുള്ളതും മതപരമായിട്ടുള്ള കാര്യങ്ങളും ആശയങ്ങളും ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. ആൻഡ് സിവിൽ വാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ, സ്റ്റേറ്റ് സർക്കാർ അധികാരം ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഭയങ്കര ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ വന്ന രീതിയിലാണ് സിവിൽ വാറിൻ്റെ കോസസ് വരുന്നത്. അതിൻ്റെ മുക്തി പ്രഖ്യാപനം എന്ന് പറയുന്ന 1863 നടക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഇതിൽ കൂടുതലായിട്ടും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ അതിലേക്ക് ഇൻവോൾവ്ഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, ബീറ്റ് ജനറേഷനാണ്. അത് സിവിൽ വാർ കഴിഞ്ഞ പിന്നെ ബീറ്റ് ജനറേഷൻ. ബീറ്റ് ജനറേഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അടിച്ചമർത്തപ്പെട്ട ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായിട്ടൊക്കെയാണ് ബീറ്റ് ജനറേഷൻ 1950s വരുന്നത്. അതേപോലെ തന്നെ അവർ എഴുത്തുകളിലൂടെ ആയുധമെടുക്കുന്ന രീതിയിലേക്കൊക്കെ വരേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ കൺഫെഷണലിസം എന്നതൊരു സാഹിത്യ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ശാസ്ത്രം എന്നാണ് പറയുന്നത്. സാഹിത്യപരമായ ഒരു പരിപാടിയായിട്ടും ഇതിൻ്റെ ആശയങ്ങൾ, അനുഭവങ്ങളൊക്കെ കൂടുതലായിട്ട് ഊന്നിപ്പറയുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. ആൻഡ് വുമണിസം നമുക്കറിയാം എന്താണ്, എംഫസൈസ് ദ ഇൻട്രാക്ഷൻസ് ഓഫ് റേസ്, ക്ലാസ് ആൻഡ് ജെൻഡർ അണ്ടർസ്റ്റാൻഡിങ് വുമൺ എക്സ്പീരിയൻസ്, അല്ലേ, സ്ത്രീപക്ഷപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിൻറ്റ്സ് ഒക്കെ നോക്കി നോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് പഠിച്ചിട്ട് മുന്നോട്ടേക്ക് പോയി കഴിയുക. ക്ലാസ് എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് ബി ഗെറ്റ് ഗുഡ് മാർക്സ്. ഓക്കെ, ഒരു essay ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടിയുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം ചെയ്തുക. താങ്ക് യു ഓൾ ഓഫ് യു.